എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ ഫോൺ കൊണ്ടേ വെള്ളത്തിലിടുവാണ് തങ്കച്ചി. അപ്പൊ അതിനകത്തെ വീഡിയോസ് ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും അറിഞ്ഞിട്ട് ശങ്കറിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ഗൗരിയുടെ ഫോൺ കൊണ്ടേ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് എന്തോ ഒരു ട്രിക്ക് ഉണ്ട്. ശങ്കർ ഒന്നും പൊട്ടനൊന്നും അല്ലല്ലോ, ശങ്കറിന് അറിയാം എന്തേലും കുതന്ത്രം ഒപ്പിക്കും എന്നുള്ളത്. അപ്പൊ ശങ്കർ ആ വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും നമുക്കറിയണ്ടേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. തങ്കച്ചി പറഞ്ഞ അനുസരിച്ച് ഫോണൊക്കെ പോയി ഗൗരിയുടെ മുറിയിൽ നിന്ന് പോയി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് തങ്കച്ചിടിയിലേക്ക് കൊടുക്കുവാണ്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, പട്ടിയുടെ കൈ മുഴുവൻ തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. പാസ്വേഡ് അറിയാതെ ഫോൺ ലോക്ക് മാറ്റാൻ പറ്റില്ല, വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. വേലക്കാരുടെ പാസ്വേഡ് ചോദിച്ചപ്പോ വേലക്കാരിക്ക് പാസ്വേഡ് വല്ലതും അറിയാവോ. അവസാനം തങ്കച്ചി പറഞ്ഞു പാസ്വേഡ് ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് ഈ ഫോൺ അങ്ങോട്ട് നശിപ്പിക്കാന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, ആ ഫോൺ ആ വെള്ളത്തിലേക്ക് ഇടും. അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ ബക്കറ്റിനകത്തേക്ക് തങ്കച്ചി ആ ഫോൺ അങ്ങോട്ട് ഇട്ടു. ഇനി അവൾ എങ്ങനെ ഈ വീഡിയോസ് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് അറിയണം. തന്നോട് അവളുടെ കളി, ഈ അടവൊന്നും എന്റെ അടുത്ത് പറ്റില്ല. ഇനി അവളെ താൻ വരച്ച് വരെ നിർത്തും. ഈ തങ്കച്ചി ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ വേലക്കാരോട് പറയാണ്. പിന്നെ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം നീ ആരോടും പറയില്ല കേട്ടോ എന്ന് പറയാണ്. ശരി കൊച്ചമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയത്ത് മുറിയിലേക്ക് വന്നിപ്പോ ഗൗരി ഫോൺ നോക്കുന്നുണ്ട്. ചാർജ് കുത്തിയിട്ടിരിക്കുന്ന ഫോണൊന്നും കണ്ടില്ലോ. ഇത് എവിടെയാന്നോർത്ത് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് ഫോൺ കണ്ടില്ല. പിന്നീട് ശങ്കറിനോട് പറഞ്ഞു, ശങ്കർ എന്റെ ഫോൺ എന്ത് ചെയ്യുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞു. ഫോണോ അവിടെ എവിടെയെങ്കിലും കാണും, നീ എവിടെയെങ്കിലും കൊണ്ടേ വെച്ച് കാണും എന്ന് പറയാം. ഇല്ല ശങ്കറെ, ഫോൺ ഇവിടെ എങ്ങും ഇല്ലാന്ന് പറയാണ്. പിന്നീട് അവിടെ എല്ലാം രണ്ടുപേരും നോക്കി, കണ്ടില്ല. അപ്പൊ ശങ്കറിന് ഒരു സംശയം. ശങ്കർ പറഞ്ഞു ഞാൻ മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേലക്കാരി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തായിരുന്നു. ഇനിയിപ്പൊ അവരെങ്ങാനും എടുത്തോണ്ട് പോയോ? അങ്ങനെയാണെങ്കിൽ ഗൗരി നിനക്കിട്ടുള്ള പണിയായിരിക്കും ഇത്. അതിനകത്തെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ കൊണ്ടുപോയതായിരിക്കും. അമ്മ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്ന പറയാണ്. രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് തങ്കച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തങ്കച്ചിയുടെ അടുത്ത് നിന്നിട്ട് ശങ്കർ ചോദിച്ചു, അമ്മേ ഗൗരിയുടെ ഫോൺ എങ്ങനെയും കണ്ടോന്ന് ചോദിക്കണം. ഗൗരിയുടെ ഫോണോ? അതെങ്ങനെ എന്റെ കയ്യിൽ വരും, ഞാൻ എങ്ങനെ എടുക്കും? ഓ ഇനിയിപ്പൊ ഞാൻ എങ്ങാനും എടുത്തോന്ന് ഓർത്തിട്ടായിരിക്കും. അതിനകത്തല്ലേ അവളുടെ വീഡിയോ ഉള്ളേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടാ മോനെ, ആ വീഡിയോസ് ഒക്കെ അതിനകത്തുള്ള അപ്പൊ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഗൗരി ഇനി എങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തും? ഇത്രയും ദിവസം ആ വീഡിയോസ് ഉണ്ടെന്നും പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നേ. ഇനിയിപ്പൊ അതുപോലെ നടക്കുമെന്ന് ചോദിക്കണം. ഫോണിലെങ്കിൽ ഇനിയിപ്പൊ എന്നാ ചെയ്യൂന്ന് ചോദിക്കണം. അവർക്ക് മനസ്സിലായി ഇത് തങ്കച്ചിയുടെ പരിപാടിയായിരുന്നു. ദേ അമ്മ കളിക്കാതെ ഫോൺ എവിടെയാ തരാൻ പറയണേ. മോനെ ഫോണൊക്കെ ഇനി കിട്ടാൻ പോകുന്നില്ല. ഈ തങ്കച്ചിയുടെ അടുത്ത് നാടകം കൂടുതൽ കളിക്കരുത്. അറിയാലോ ഈ തങ്കച്ചി ആരും നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒന്നുമല്ലേ ഞാൻ നിന്റെ അമ്മയാണ്, നിന്നെക്കാളും കുറെ കൂടെ ഓണം കൂടുതലുണ്ടതാ. അതുകൊണ്ട് ഇനി കൂടുതൽ ഇന്ന് ഇവിടുത്തെ കറങ്ങാതെ രണ്ടുപേരും പോകാൻ നോക്കാൻ പറയണം. ശങ്കറിന്റെ ദേഷ്യം വന്നു. ശങ്കർ പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയുടെ ഇതുപോലത്തെ ഈ തറ പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ അങ്ങ് വെച്ചാൽ മതി. ഈ അമ്മയുടെ മോൻ തന്നെ ഞാൻ, അമ്മേനെക്കാളും ബുദ്ധി ഇച്ചിരി കൂടുതലുണ്ടെന്ന് അമ്മ വിചാരിച്ചോളാൻ പറയണം. എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ ഗൗരി ആകെപ്പാടെ വിഷമിച്ച് ബുദ്ധിമുട്ട് നിൽക്കുക. ഗൗരിയോട് പറഞ്ഞു നീ സങ്കടപ്പെടണ്ടെന്ന് പറയണം. എന്നിട്ട് പറയാ, അല്ല അമ്മ എന്താ വിചാരിച്ചേ? ആ ഫോണിനകത്തെ വീഡിയോസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ രക്ഷപ്പെട്ടെന്നാണ് ഓർത്തെ. അതൊക്കെ വെറുതെ അമ്മേ. ആ ഫോണിനകത്തെ വീഡിയോസ് പോയിട്ടുണ്ടെങ്കിൽ അമ്മ രക്ഷപ്പെടുമൊന്നുമല്ല. ആ വീഡിയോസ് ഒക്കെ വേറെ എവിടെ ഒക്കെ ഞങ്ങൾ സേവ് ചെയ്തോണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഉണ്ടമ്മേ. ഈ കുതന്ത്രം അമ്മയുടെ കുതന്ത്രമൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു. അമ്മ ഇങ്ങനത്തെ കുതന്ത്ര ബുദ്ധി ഉപയോഗിക്കുമെന്ന് നേരത്തെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോസിന്റെ കോപ്പിയൊക്കെ ഞാൻ വേറെ പല സ്ഥലം പെൻഡ്രൈവിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, വേറെ എന്റെ ഫോണിലും ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അമ്മ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറയിക്കോളാൻ പറയാണ്. എന്നോട് അമ്മയുടെ കളി, അമ്മയുടെ മോൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ലോ. അത് ഇത്രയും കാലമായിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. അടപടനം തകർന്നു പോയി തങ്കച്ചി ഇങ്ങനെ ഒരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. ഇവൻ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നു. ആ ഫോൺ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അതിനകത്തെ വീഡിയോസ് ഒക്കെ പോകുന്ന കരുതിയിരുന്നേ. പക്ഷെ തന്നെ കടത്തി വെട്ടി. പിന്നീട് തങ്കച്ചി ആകെ പടന്ന് നാണം കെട്ടി തലതാഴ്ത്തി അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് നേരത്തെ വീട്ടിലേക്ക് ചെല്ലാന്നൊക്കെ വേണിക്ക് വാക്ക് കൊടുത്തായിരുന്നു. ഉച്ചയ്ക്ക് വരാം, നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം, സിനിമ കാണാന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. പക്ഷെ ആ വാക്കെല്ലാം തെറ്റിക്കേണ്ടി വരുന്നു ആദർശിന്. പുതിയ ട്രെയിനിൽ ശിവരഞ്ജിനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവരഞ്ജനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ആദർശ് അവിടെ ഇരുന്നുകൊണ്ട് ആദർശ് നേരത്തെ വീട്ടിൽ പോയിട്ട് മറന്നുപോയി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ. പിന്നീടാണ് ആദർശിന് ബോധം ഉണ്ടായത്. വേണിയോട് ഇന്ന് നേരത്തെ ചെല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി അവളോട് എന്ത് മറുപടി പറയും എന്നറിയത്തില്ല. അത് ആകെപ്പാടെ പെട്ടുപോയി ആദർശം.
ഈ സമയത്ത് വേണി ആകെപ്പാടെ കലി പൂണ്ടിരിക്കുമായിരുന്നു. വേണിക്ക് സങ്കടവും ദേഷ്യം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വരാന്ന് പറഞ്ഞിട്ട് തന്നെ പറ്റിച്ചു. അത് വേണിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഇതിനിടയ്ക്ക് 2-3 വട്ടം ആദർശിനെ ഫോൺ ചെയ്തെങ്കിലും ആദർശ് കോൾ എടുത്തില്ലായിരുന്നു. അതൊക്കെ ഓർത്തിട്ട് വേണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആദർശ് വീട്ടിലേക്ക് ചെല്ലുക. ആദർശ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും വേണിയാണ് ആകെപ്പാടെ കലി പൂണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ആദർശ് വേണിയെ പതുക്കെ സോപ്പിടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷെ ആദർശ് പറഞ്ഞൊന്നും വേണി ചെവിക്കൊണ്ടില്ല. വേണിക്ക് ആകെപ്പാടെ സങ്കടമായിരുന്നു. വേണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ആദർശിനോട്. അതിനുശേഷം ആദർശ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, ഇന്ന് എനിക്ക് വരാൻ പറ്റാത്ത എന്റെ ഓഫീസിൽ പുതിയ ട്രെയിനി വന്നിട്ടുണ്ട്. അപ്പൊ അവൾക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കേണ്ട ഡ്യൂട്ടി എന്റേതായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശിവനജിനെ കുറിച്ചൊക്കെ പറയാണ്, എന്റെ കോളേജ് ജൂനിയർ ആയിട്ട് പഠിച്ച. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വേണിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ആദർശേട്ടൻ ഭയങ്കര കാര്യമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി ശിവരഞ്ജനെ കുറിച്ച് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണിക്ക് സഹിച്ചില്ല. വേണിക്കുള്ള അസൂയ അങ്ങോട്ട് മൂത്തു. തന്നെക്കാളും കൂടുതലായിട്ട് വേറെ ആരെയും സ്നേഹിക്കുന്നോ അല്ല അവരെ കുറിച്ച് പറയുന്നൊന്നും വേണിക്കുന്നല്ല ഒരു പെണ്ണ് സഹിക്കില്ലോ. അപ്പൊ ആ ഒരു ഈഗോ വേണിയുടെ ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് അതിന്റെ പേരും പറഞ്ഞ് വേണി ആദർശനോട് വഴക്കിടുവാണ്. അപ്പൊ അതിന്റെ വിശേഷം കൂടി നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.